അന്വേഷിപ്പിൻ കണ്ടെത്തുവൻ എന്ന പോഡ്കാസ്റ്റിലേക്ക് പ്രിയപ്പെട്ട എല്ലാ സഹോദരന്മാരെയും കർത്താവിന്റെ നാമത്തിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ നിമിഷം നിങ്ങൾ എവിടെയായാലും, വീട്ടിലോ യാത്രയിലോ ജോലിക്കിടയിലോ, ഒരു നിമിഷം മനസ്സ് ശാന്തമാക്കി ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ ശ്രമിക്കാം. ഇന്ന് നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വചനമാണ് മത്തായി 16:22. നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. ലോകം നൽകുന്ന സന്തോഷം പലപ്പോഴും സാഹചര്യങ്ങൾക്കൊപ്പം മാറിപ്പോകുന്നു. വിജയം വന്നാൽ സന്തോഷം, നഷ്ടം വന്നാൽ ദുഃഖം, അംഗീകാരം കിട്ടിയാൽ ഉത്സാഹം, അവഗണന വന്നാൽ വേദന. പക്ഷേ ദൈവം നൽകുന്ന സന്തോഷം വ്യത്യസ്തമാണ്. അത് സാഹചര്യങ്ങളിലല്ല, ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിലാണ് ആധാരപ്പെടുന്നത്. ഈ സന്തോഷം കഷ്ടതയിലും പരീക്ഷണങ്ങളിലും നിലനിൽക്കും. കണ്ണീർ വീഴുമ്പോഴും ഹൃദയത്തെ താങ്ങി നിർത്തും. ഇപ്പോൾ ഒരു ചോദ്യം: നിങ്ങളുടെ സന്തോഷം ഇന്ന് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ലോകത്തെയോ അതോ ദൈവത്തെയോ? ദൈവം ആരംഭിച്ച പ്രവൃത്തി അവൻ തന്നെ പൂർണ്ണമാക്കും. നമ്മൾ പലപ്പോഴും തളരുന്നു. ഞാൻ പരാജയപ്പെട്ടു, എനിക്ക് ശക്തിയില്ല, എനിക്ക് കഴിവില്ല. പക്ഷെ ദൈവം പറയുന്നു, ഞാൻ ആരംഭിച്ചത് ഞാൻ ഉപേക്ഷിക്കില്ല. നിങ്ങളുടെ ആത്മീയ വളർച്ച, നിങ്ങളുടെ രോഗസൗഖ്യം, ഇതെല്ലാം ദൈവത്തിന്റെ കൈകളിലാണ്. ബൈബിൾ ചോദിക്കുന്നു, ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ ആരാണ് വേർപെടുത്തുക? കഷ്ടതയോ, വേദനയോ, അപമാനമോ, ഒറ്റപ്പെടലോ? ഉത്തരം വ്യക്തമാണ്: ഒന്നിനും കഴിയില്ല. യോഹന്നാൻ 10:29 പറയുന്ന പോലെ, പിതാവിന്റെ കയ്യിൽ നിന്ന് നമ്മെ ആർക്കും പിടിച്ചെടുക്കാൻ കഴിയില്ല. നിങ്ങൾ ദൈവത്തിന്റെ കൈകളിലാണ്, സുരക്ഷിതരാണ്. നമ്മൾ കരുതുന്നത് കഷ്ടത സന്തോഷം നശിപ്പിക്കും. പക്ഷെ ദൈവവചനം പഠിപ്പിക്കുന്നത് കഷ്ടത സന്തോഷത്തെ കൂടുതൽ ആഴമുള്ളതും മധുരമുള്ളതുമാക്കുന്നു. വേദനയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ വിശ്വാസം ശക്തമാകുന്നു, പ്രത്യാശ ശുദ്ധമാകുന്നു. ഈ സന്തോഷം ഭാവിയിലെ മഹത്വത്തിന്റെ സ്വർഗത്തിന്റെ മുന്നാസ്വാദനമാണ്, നമ്മുടെ അവകാശത്തിന്റെ അടയാളമാണ്. ദൈവം നൽകുന്ന സന്തോഷം ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയാത്ത സമാധാനത്തോടു കൂടിയതാണ്. ഈ സമാധാനം ഹൃദയത്തെ കാത്തു സൂക്ഷിക്കും, മനസ്സിനെ ശാന്തമാക്കും, ഭയത്തെ മാറ്റും, പ്രത്യാശയെ ശക്തിപ്പെടുത്തും. ഇപ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കൂ: ഞാൻ ദൈവ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ലോക സന്തോഷത്തിലാണോ ആശ്രയിക്കുന്നത്? എന്റെ ഹൃദയത്തിൽ ദൈവസമാധാനം ഉണ്ടോ? ഒരു സമാപന പ്രാർത്ഥനയിലൂടെ നമുക്ക് ഈ പോഡ്കാസ്റ്റ് നിർത്താം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ സ്നേഹമുള്ള പിതാവേ, ഞങ്ങളുടെ സന്തോഷം ഈ ലോകത്തിലെ സാഹചര്യങ്ങളല്ല, നിന്റെ സാന്നിധ്യത്തിലാണ് സ്ഥാപിക്കപ്പെടേണ്ടതെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ വേദനകളിൽ ഞങ്ങളെ ശക്തരാക്കണമേ. ഭയങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നിന്റെ സമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കണമേ. മനുഷ്യന് എടുത്തു കളയാൻ കഴിയാത്ത നിന്റെ സന്തോഷം എന്നേക്കുമായി ഞങ്ങളിൽ നിലനിൽക്കട്ടെ. എല്ലാം ക്രിസ്തുയേശുവിന്റെ വിലയേറിയ നാമത്തിൽ താഴ്മയോടെ യാചിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ. ഈ പോഡ്കാസ്റ്റ് നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരാളുമായി പങ്കുവെക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും ഒരുമിക്കാം.